ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. ട്രിപ്പല്ല, ചുമ്മാ നമ്മളെ നാട്ടിൽ നിന്നും തൃശ്ശൂരേക്ക് ചുമ്മാ ഒരു റൈഡ് പ്ലാൻ ചെയ്യാണ്. ഞാനും എൻ്റെ കസിനും ഉണ്ട്. അവൻ ഡോമിനോർ ബൈക്കിലാണ്, നമ്മളെ ഡ്യൂക്കിലാണ്. സോ നമ്മൾ സൺഡേ ആയിട്ട് ചുമ്മാ ഒരു റൈഡിന് പ്ലാൻ ചെയ്യാണ്. നമ്മളിപ്പോൾ ഉള്ളത് കേരള കലാമണ്ഡലത്തിന് മുന്നിലാണ്. സോ ഇന്ന് നമ്മൾ തൃശ്ശൂരേക്കാണ് പോകുന്നത്. സോ നമ്മൾ അവിടെ പറ്റിയെങ്കിൽ പീച്ച് ഡാമൊക്കെ പോകണമെന്നുണ്ട്. അറിയില്ല, ഈ ലോക്ക്ഡൗൺ ആയിട്ട് അത് ഓപ്പൺ ആണോ എന്ന് അറിയില്ല. സോ എന്തായാലും നമുക്ക് പോവാം. സോ ഗൈസ്, നമ്മളപ്പോൾ അങ്ങനെ പീച്ച് ഡാമിൽ എത്തിയിരിക്കുന്നു. നമ്മൾ വിചാരിച്ച മാതിരി വേറെ സീനൊന്നുമില്ല. ഡാം ഓപ്പണാണ്. നമ്മൾ വിചാരിച്ചു ഈ ലോക്ക്ഡൗൺ കാരണം വലിയ പ്രശ്നങ്ങളൊക്കെ വിചാരിച്ചു. എന്നാൽ കൂടിയും ഇവിടെ ക്യാമറ പ്രൊഹിബിറ്റ് ആണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. സോ നേരത്തെ നമ്മൾ കാണിക്കാൻ വേറെ ഒന്നുമല്ല, നമ്മളവിടെ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് പറഞ്ഞു. പക്ഷേ ഇവിടെ എല്ലാവരും ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻട്രി ഫീസ്. 2 പേർക്ക്, ഒരാൾക്ക് 20 രൂപ വെച്ച് 2 പേർക്ക് 40 രൂപയാണ്. കൂടാതെ തന്നെ പാർക്കിംഗ് ഫീസും നമ്മൾ 2 ബൈക്കിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 10 രൂപ. ടോട്ടൽ 50 റുപ്പീസാണ്. എൻട്രി അവർ ടൈം പറയുന്നത് 8 മണി മുതൽ 6 മണി വരെ. ക്ലോസിംഗ് ടൈം 6:30ക്കാണ് ക്ലോസിംഗ് ടൈം ചെയ്യുന്നത്. സോ നമ്മളങ്ങനെ ഇപ്പോൾ ഡാമിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ലൊക്കേഷനല്ലേ. കൂടാതെ തന്നെ വെള്ളമൊക്കെ അടിപൊളിയായി നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. ബട്ട് അവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പണിയാവുമെന്ന് അറിയില്ല. കണ്ടില്ലേ, താഴത്തൊക്കെ ഒരു ചെറിയ ഗാർഡൻ പോലെ കാണുന്നില്ലേ, നമ്മൾ മലമ്പുഴ കാണുന്ന രീതിയിലുള്ള അതേപോലെ ഒരു ഗാർഡൻ കാണുന്നുണ്ട്. അത്ര വലുതല്ലെങ്കിലും താഴത്തേക്കൊക്കെ പോകാണ്ട് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോവാം. അത്യാവശ്യം ഒരു വലിയ ഡാം തന്നെയാണ് അല്ലേ. നല്ലൊരു സീനറി ഒക്കെ തന്നെയാണ് കാണുന്നത്. സോ കണ്ടില്ലേ, എന്തൊരു ഹൈറ്റല്ലേ, വെള്ളമൊക്കെ പോകണം, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഭയങ്കര അടിപൊളി ഒരു ഫീൽ തന്നെ കേട്ടോ. മലമ്പുഴ കിട്ടുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഈ പീച്ച് ഡാമിന് കിട്ടുന്നത് അല്ലേ. വെള്ളം ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ കണ്ടില്ലേ, അവിടെ താഴത്ത് KCBയുടെ ഒരു ചെറുകിട ജലവൈദ്യുതി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. എന്ത് അല്ലേ, നല്ല അടിപൊളി കാഴ്ച കണ്ടില്ലേ. വെള്ളത്തിൻ്റെ ചാട്ടമൊക്കെ കണ്ടില്ലേ,
അത്യാവശ്യം വലിയൊരു ഡാം തന്നെയാണ് നമ്മൾ ഈ പീച്ചി ഡാം. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല കയറാൻ പറ്റുന്നത്. കൊറോണ കാരണം നമ്മൾ ഇഷ്യൂ ഉണ്ടാവുന്നതൊക്കെ വിചാരിച്ചു. ബട്ട് എന്തോ ഭാഗ്യം വന്നപ്പോൾ തന്നെ. ഇന്നിപ്പോൾ സൺഡേ കൂടിയാണ്, നല്ല ആൾക്കാർ തിരക്ക് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഒറ്റ പേടിച്ച കാര്യം ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണെന്നാണ്. ശരിക്കും പ്രോഹിബിറ്റഡ് ആണ്, ബട്ട് നോക്കിയപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിലൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ വിചാരിച്ചു. ഇനി പണിയാവോ അറിയില്ല. നേരത്തെ പറഞ്ഞില്ലേ ഗാർഡൻ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഗാർഡൻ. കണ്ടില്ലേ അവിടെ ഒരു എന്താ അറിയില്ല, ഒരു പവലിയൻ രീതിയിലൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടെ കയറി നോക്കി നോക്കാം. സോ നമുക്ക് എന്തായാലും അത് ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കൊക്കെ കയറാൻ പറ്റുന്നതാണ്. എന്താ സംഭവം എന്ന് അറിയില്ല. ഇവിടെ എല്ലാവരും എന്തായാലും വേസ്റ്റുകളൊന്നുമില്ല, ഒക്കെ പക്ക നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ്ലി ഒരു ഗ്രീനിഷ് ലുക്ക് തന്നെയാണ്. ഒരു വേസ്റ്റോ നമുക്കൊന്നും കാണാൻ പറ്റില്ല, അത്രയും വെൽ മെയിൻറ്റെയിൻ തന്നെയാണ്. ബുഷൊക്കെ എല്ലാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് ഓരോ ഷേപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടോപ്പിലേക്ക് കയറാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട് ടോപ്പിൽ. പെവലിയൻ എന്താ സംഭവം എന്നറിയില്ല. സോളാറിൻ്റെ ഒക്കെ പദ്ധതി ഉണ്ട് തോന്നുന്നുണ്ട്. സോളാർ പാനൽസൊക്കെ കാണാനുണ്ട്. ഒന്നുമില്ല ഇവിടെ പ്രത്യേകിച്ച് ഉള്ളിലൊന്നും കാണാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇരിക്കാനുള്ള കുറേ സീറ്റ്സൊക്കെ ഉണ്ടെന്നല്ലാതെ ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ കിട്ടും. നമുക്ക് ആ വെയിലൊക്കെ നടന്നു വരുമ്പോൾ കുറച്ച് റിലാക്സേഷനായി കിട്ടും. അല്ലാതെ ഇവിടെ കുറേ പില്ലേഴ്സും കുറേ ലൈറ്റ്സും അല്ലാതെ വേറെ ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും ടോപ്പിലേക്കൊന്ന് കയറി നോക്കി നോക്കാം. അവിടെ ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും ടോപ്പിൽ നോക്കി നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല. ഇതിനുള്ളിൽ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്പോട്ട് മാത്രമേ ഉള്ളൂ. സോ ആ ടോപ്പിലേക്ക് ഇനിയും സ്റ്റെപ്പുണ്ട്. ഒറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, കുറേ കയറാനുണ്ട്. പിന്നെ നല്ല പൊരി വെയിലുമാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ടോപ്പിലേക്ക് കയറി നോക്കി നോക്കാം. അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂ കാണിച്ചാൽ എന്ത് രസമുള്ള ടോപ്പ് ഇല്ലേ? കുറേ ഉണ്ടാവും. നോക്കി നോക്ക്, മലമ്പുഴയുടെ സെറ്റപ്പ് കാണാൻ ഭംഗിയുണ്ടല്ലേ? ഡാം മലമ്പുഴ വലുത്, പക്ഷേ ഭയങ്കര നീറ്റായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീനറി ഉണ്ട്. അമ്മോ, ഇതിന് മുകളിൽ വരുമ്പോൾ ഇത്ര ഹൈറ്റിന് ആയിരിക്കില്ലല്ലേ? ഷോ, അവിടെ നിന്നിട്ട് സംഭവം വരില്ലോ. പിന്നെ ടാങ്കർ മാതിരിയോ? സോ നമ്മൾ ശരിക്കും നല്ലോണം ക്ഷീണിച്ചു. കാരണം വിചാരിക്കുന്ന മാതിരില്ല കേട്ടോ. താഴ്ന്ന് കാണുമ്പോൾ ഇത്ര വലിയ സ്റ്റെപ്പൊന്നും തോന്നില്ല. പക്ഷേ കയറാൻ കുറേ കയറാണ്ട്. അപ്പോൾ താഴത്ത് സ്റ്റോൾസും തുറന്നിട്ടില്ല. ഇതിന് പാവലിയൻ്റെ താഴത്ത് തന്നെ ഒരു സ്റ്റോൾ ഉണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ബോട്ടിൽ 1-2 ബോട്ടിൽ വെള്ളം വയ്ക്കാൻ നല്ലതാണ്. പിന്നെ എവിടെയും ഡിസ്പോസ് ചെയ്യാതെ നോക്കി നോക്കുക. കാരണം ഇവിടെ കറക്റ്റായിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് പ്ലാസ്റ്റിക്കോ ഒക്കെ അനാവശ്യമായിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കുന്നതാണ്. കാരണം ഇവിടെ എല്ലായിടത്തും അവർ ആൾക്കാരുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ട്, വീഡിയോസെല്ലാം എടുക്കുന്നുണ്ട്. നമുക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇനി DSLR ക്യാമറ അങ്ങനത്തെ SLR ക്യാമറ മാത്രം ഉദ്ദേശിച്ചിട്ടാണോ എന്ന് അറിയില്ല. പക്ഷേ ഇവിടെ എല്ലാവരും മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അല്ലേ, ഇവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇവിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്പോട്ട് ഉണ്ടാക്കിയാണ് പിന്നെ ഉണ്ടാക്കണമെന്ന് അറിയാവുന്നുണ്ട്. കാരണം ഇത് കയറി കഴിഞ്ഞാൽ അത്രയും ഇല്ലേ, അത്രയും ടയർഡാവും. കാരണം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ്.
അത് പിന്നെ പൊരി വെയിലുമാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ വരാൻ പറ്റും. രാവിലെ 8 മണി മുതൽ ഒന്നുകിൽ രാവിലെ 8 മണിക്ക് വരിക, അല്ലെങ്കിൽ ഒരു 4 to 6 വരിക. 6:30 ക്ലോസിംഗ് ആണ്. പിന്നെ നമ്മളും ഒരു ചാൻസ് എടുത്ത് വന്നതാണ്. കാരണം നമുക്കറിയില്ല, നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോൾ ഇത് ഓപ്പൺ ക്ലോസ് ഒന്നും എഴുതിയിട്ടില്ല, ടിക്കറ്റിലാണ് എഴുതിയിട്ടുള്ളൂ. ടിക്കറ്റ്സ് എടുക്കണം, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. എന്തായാലും ഭയങ്കര എല്ലാവർക്കും ഒരു ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ പറ്റിയ സ്പോട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്യുകയും ചെയ്യാം. കണ്ടില്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് ഗാർഡനിലേക്ക് പോണ വഴി. ഇവിടെ ചെറിയ പിള്ളേരൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കൊക്കെ ഉണ്ട്. അതാ പറഞ്ഞത്, നമുക്ക് കറക്റ്റ് നമ്മുടെ ഒരു സൺഡേ ഒക്കെ ഒരു സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ പീച്ച് ഡാമും മലമ്പുഴ പോലത്തെ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. നമ്മൾ ആദ്യം വരുന്നത്, എന്നാൽ കൂടിയും സുഖമായിട്ട് ഒരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ തന്നെ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. കണ്ടില്ലേ, പിള്ളേർ കളിക്കാനുള്ള പാർക്കും ഇവിടെയും ചെറിയ ഒരു റെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലേസുണ്ട്. ഞാൻ കുറച്ചും കൂടി, നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ടില്ലേ, ഡാമിൻ്റെ മുകളിൽ നിന്ന് ആ വെള്ളച്ചാട്ടം, ഞാൻ കുറച്ചും കൂടിയും അടുത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, എന്ത് രസമല്ലേ. ഒരു 3-4 ഷട്ടറുകളുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ KCBയുടെ ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി പീച്ചി എന്നൊരു സ്ഥാപനമൊക്കെ കാണാം. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇതാണ് ആ ഗാർഡൻ. ഇവിടെ ചെറിയ ബ്രിഡ്ജോ കാണാൻ താഴത്ത് തന്നെ. സോ നമ്മൾ താഴത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല, കാരണം ഒന്നാമത് നടന്ന് തന്നെ മതിയായി. സോ ചെറിയൊരു ഗാർഡൻ തന്നെയാണ്, വലിയ കാര്യമായിട്ട് ഗാർഡനൊന്നും പറയാനൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പ് തന്നെ. ഇവിടെ അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്ക് തന്നെ ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങിയിടത്തൊക്കെ കണ്ടില്ലേ, അതൊക്കെയാണ് ഉള്ളത്. താഴത്തും ഒരു ചെറിയ സെറ്റപ്പിലുള്ള ഒരു ചെറിയൊരു ഇതിലുള്ളൊരു ഗാർഡൻ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ അവിടെ വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണാം. ചെറിയ ബ്രിഡ്ജും ഉണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ വേറെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള പ്ലേസുകളാണ്. സോ നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല. സോ എന്തായാലും എല്ലാവർക്കും ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് സ്പോട്ട് തന്നെയാണ് മലമ്പുഴ പോലെ തന്നെ ഒരു പെർഫെക്റ്റ് ആയ സ്പോട്ട് തന്നെയാണ് ബീച്ചും. കാരണം എല്ലാം ഓരോരോ ഭാഗം പോകുമ്പോഴും അവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു എല്ലാം സെറ്റപ്പും ഉണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ ഇതേപോലുള്ള ഒരു ഡെസ്റ്റിനേഷൻസ് കാണാം, അല്ലെങ്കിൽ അൺബോക്സിങ് വീഡിയോസ് എല്ലാം കാണാം. സോ ടിൽ ദെൻ, ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.